ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു പടം പേപ്പറിൽ വരച്ചിട്ട് എങ്ങനെ അത് അഡോബ് ഇല്ലസ്ട്രേറ്ററിൽ ഒരു ഡിജിറ്റൽ ഇല്ലസ്ട്രേഷൻ ആയിട്ട് വരച്ചെടുക്കാം എന്നുള്ളത് വെച്ചാൽ പേപ്പറിൽ വരച്ച ഒരു ഡ്രോയിങ്ങിനെ നമ്മൾ എങ്ങനെ ഡിജിറ്റലി കൺവേർട്ട് ചെയ്ത് ഒരു ഡിജിറ്റൽ ഡ്രോയിങ് ആക്കി മാറ്റും ത്രൂ അഡോബ് ഇല്ലസ്ട്രേറ്റർ. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഞാനിപ്പോ ഇന്ന് എടുക്കുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ മീൻസ് ഇതിനു വേണ്ടി റെഫറൻസിൽ എടുക്കുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ വരച്ചൊരു പടമുണ്ട്, കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, ഇതാണ്. സോ ഇതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്. ഹിന്ദി നോർത്ത് ഇന്ത്യൻ കോമിക് ബുക്സിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ചാച്ചാ ചൗധരി എന്ന് പറയും. കുറച്ച് പേർക്ക് അറിയാം, നോർത്ത് ഇന്ത്യയിൽ പഠിച്ചവർക്കൊക്കെ മിക്കവർക്കും അറിയാൻ ചാൻസ് ഉണ്ട്. സോ ചാച്ചാ ചൗധരി, അപ്പം ഇദ്ദേഹത്തിനെ ഞാൻ വരച്ചൊരു പടമാണ്, ഞാൻ വരച്ചതാണ്. ഓക്കെ, അപ്പോ ഇതിനെ നമ്മൾ നേരെ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് കമ്പ്യൂട്ടറിൽ ഇതിന്റെ മേളിൽ ട്രേസ് ചെയ്ത് നമ്മൾ അഡോബ് ഇല്ലസ്ട്രേറ്ററിൽ ഇതിനെ റീക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു വരയ്ക്കാനുള്ള ഒരു പേജ് എടുക്കുകയാണ്. പേപ്പർ സൈസ് എടുക്കുന്നു. A4 സൈസ് എനിക്ക് ഇവിടെ കാണാം. A4 സൈസ് എടുത്തു. ഓക്കെ, A4 സൈസ് എനിക്ക് കിട്ടി. നൗ ഞാൻ ചെയ്യേണ്ടത് ഫയൽ മെനുവിൽ പോകുന്നു. ഫയൽ മെനുവിൽ പോയിട്ട് പ്ലേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്ലേസ് എന്നൊരു ഓപ്ഷൻ എടുത്തു. പ്ലേസ് ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് അവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ വരച്ച ആ ഒരു പടത്തിന്റെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോണിൽ എടുത്ത ഫോട്ടോ ഞാൻ മെയിൽ ചെയ്തു എൻ്റെ മെയിൽ ഐ ഡിയിലോട്ട്. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തു എൻ്റെ കമ്പ്യൂട്ടറിലോട്ട്. എന്നിട്ട് ഇവിടെ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ അഡോബ് ഇല്ലസ്ട്രേറ്ററിലോട്ട് ആ ഒരു ഇമേജിനെ ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള സൈസിലോട്ട്, മീൻസ് എനിക്ക് കാണാൻ പാകത്തിനുള്ള സൈസിലോട്ട്, ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പാടുന്ന സൈസിലോട്ട് ഞാൻ അതിനെ സ്കെയിൽ ചെയ്ത് പ്ലേസ് ചെയ്തു. ആൻഡ് ഞാൻ ഇനിയിപ്പോൾ എടുക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്, ലേയേഴ്സിൽ വന്നിട്ട് ഞാൻ അതിനെ ലോക്ക് ചെയ്തു. ഓക്കെ, ലോക്ക് ചെയ്തു. എന്നിട്ട് ന്യൂ ലെയർ എടുത്തു. ന്യൂ ലെയറിലാണ് ഞാനത് ബാക്കിയുള്ളത് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. അപ്പോൾ ട്രേസ് ചെയ്ത് വരയ്ക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യം ടർബനാണ്, ഈ ആളുടെ ടർബൻ. സോ ടർബൻ ആദ്യം വരയ്ക്കുകയാണ്. സോ അതിനുവേണ്ടി ഞാൻ പെൻ ടൂൾ എടുക്കുന്നു. സോ സ്റ്റാർട്ട് ചെയ്യുവാണ്. ക്ലിക്ക്. ബേസിക്കലി ഞാനിപ്പോൾ അതിനൊരു കളർ കൊടുക്കുവാണ്. കളർ ഫൈനലൈസ് ചെയ്യുന്ന ലാസ്റ്റിലേക്കാണ്. സോ തൽക്കാലം ഇവിടെ ഒരു കളറും ഇല്ല, നമുക്ക് ഫിൽ ആൻഡ് സ്ട്രോക്ക് ഇല്ല. സോ ഒരു ഫില്ല് കൊടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു കളർ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ അതിനെ കവർ ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. എന്താ ഇവിടെ വരുന്ന ഈ ഒരു ഐറ്റം പ്ലേസ് ചെയ്തു. ഇതിനെ വേറൊരു കളർ ചേഞ്ച് ചെയ്യണം. അതിന് മുമ്പ് ഇതിനെ വേറൊരു ലെയറിലൂടെ ആക്കണം. സോ കൺട്രോൾ എക്സ് ചെയ്തു, ന്യൂ ലെയർ എടുത്തു, കൺട്രോൾ ഷിഫ്റ്റ് വി, ദെൻ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നു.
ലെയർ ഒരു ലെയർ മറ്റേ ലെയറിൻ്റെ അടിയിലോട്ട് ആക്കുന്നു. സോ ഇറ്റ് വിൽ ഗോ ഔട്ട് ഓപ്പോസിറ്റ്, ഇറ്റ് വിൽ ഗോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ലെയറിന് അടിയിലോട്ട് മറ്റേ ലെയർ പോകുമ്പോൾ ഈ ഷേപ്പ് സ്ക്രീനിൽ കാണുന്ന മേളിൽ കിടക്കുന്ന ഷേപ്പ് അതിൻ്റെ താഴെയുള്ള ഷേപ്പിൻ്റെ അടിയിൽ പോകും. ഓക്കെ, നെക്സ്റ്റ് എനിക്ക് അതിൻ്റെ ബാക്കിലുള്ള ഒരു പീസാണ് വരയ്ക്കാനുള്ളത്. സോ അതിന് ഞാൻ ലെയർ 3 ആണ് നമ്മുടെ റെഡ് കളറുള്ളത്. റെഡ് കളറുള്ള ഷേപ്പിൻ്റെ ആ ഒരു നമ്പർ. സോ ലെയർ 1 എന്നുള്ള ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ന്യൂ ലെയർ എടുക്കുമ്പോൾ ലെയർ 3 അടിയിലൊരു ന്യൂ ലെയർ വരും. സോ അവിടെ ഞാൻ ബാക്കിയുള്ളതിന് ലോക്ക് ചെയ്തതിന് ശേഷം ലെയർ 4 എന്നുള്ള ലെയറിൽ ഞാൻ താഴത്തെ ഷേപ്പിനെ വരയ്ക്കുന്നു. ചെയ്ത സമയത്ത് ഈ ഫില്ല് വരുമ്പോൾ ഫില്ല് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഓഫ് ആയിക്കോളും. ഓക്കെ, അല്ലെങ്കിൽ ആ വരയ്ക്കുന്ന സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് ആയി മാറും അത്. ഓക്കെ ഓക്കെ, ഞാൻ അതിന് വേറൊരു കളർ കൊടുക്കുവാണ്. ഇപ്പോൾ കൊടുക്കുന്ന കളറൊന്നും ആക്ച്വലി കൊടുക്കേണ്ട കളറല്ല. ബേസിക്കലി അത് ഇതിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന കളറാണ്. ഓക്കെ, സോ നെവർ മൈൻഡ്. ഓക്കെ, ഡൺ. അത് ലോക്ക് ചെയ്തു. നെക്സ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ആ ഫേസിൻ്റെ ഒരു റൗണ്ട് സർക്കിൾ പോലത്തെ ഏരിയ വരയ്ക്കണം. സോ അതിന് ഞാൻ വരയ്ക്കുന്നത് വെച്ചാൽ ഒരു സർക്കിൾ തന്നെ വേണം വരയ്ക്കാം, സർക്കിളിനെ വേണം മോഡിഫൈ ചെയ്യാം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ന്യൂ ലെയർ എടുക്കുന്നു. ന്യൂ ലെയർ എടുക്കുമ്പം അത് ടർബൻ ലെയറിൻ്റെ അടിയിലത്തെ ലെയർ വേണം. പേര് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓരോ ലെയറിനും അതിൻ്റെ സ്പെസിഫിക് നെയിംസ്. ടർബൻ കൊടുത്തു. അപ്പം അതിൽ താഴത്തെ ലെയർ വന്നിട്ട് അതിന് ഇനി ന്യൂ ലെയർ അതിൻ്റെ മുകളിൽ ചെയ്യുന്നു. ടർബൻ അടിയിലായിട്ട് ഒരു ന്യൂ ലെയർ വരുന്ന പോലെ. ആൻഡ് ഞാൻ അതിൻ്റെ സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ ഒപ്പേസിറ്റി ഒന്ന് കുറയ്ക്കാം. അപ്പോൾ എനിക്ക് അതിൻ്റെ അടിയിലുള്ള ഷേപ്പിനെ ശരിക്കും ഒന്ന് കാണാൻ പറ്റും. ഒപ്പേസിറ്റി മേലിലൂടെ ഞാൻ കുറച്ചു. ദെൻ ഞാൻ വാർപ്പ് ടൂൾ എടുത്ത് വാർപ്പ് ടൂൾ എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ബാക്കിയുള്ള പോർഷൻ എനിക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. വൈ? ബിക്കോസ് ഐ വിൽ ഷോ യു നൗ. കേട്ടോ, ഇതിനെ എടുത്ത് ബാക്കിലാണല്ലോ കിടക്കുന്നത്. സോ ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കാണും, നമുക്ക് മനസ്സിലാവും എന്താ സംഭവിക്കുന്നതെന്ന്. നേരെ എടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇത് അടിയിലോട്ടാണ് പോകുന്നത്. കണ്ടോ, ടർബൻ്റെ അടിയിലോട്ടാണ് പോകുന്നത്. ലെയർ വിൻഡോ നിങ്ങൾ നോക്കി കാണാം, ടർബൻ്റെ അടിയിലാണ്. സോ ടർബൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രമേ അടിയിലാണെന്നുള്ള കോൺസെപ്റ്റിലോട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. കണ്ടോ, ഫേസ് ഇസ് ഡൺ. ഇവിടെ ഇച്ചിരി കുറച്ച് കയറാനുണ്ട്. സോ ഞാൻ ചെയ്യുന്നത് ആ ടൂൾ എടുത്തിട്ട് കുറച്ചൊന്ന് ഇങ്ങോട്ടും ആക്കി. ഓക്കെ, കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ചെയ്യാനുള്ളത് വെച്ചാൽ അതിനൊരു ഫേസ് കളർ വേണമായിരുന്നു. ഒരു സെക്കൻഡ് ഞാനൊന്ന് സേവ് ചെയ്തോട്ടെ. ഓക്കെ, സേവിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സേവ് ചെയ്തില്ലെങ്കിൽ അത്രയും നേരം നിങ്ങൾ ചെയ്ത പണി വെറുതെ വേസ്റ്റ് ആയി പോകും, ഡിലീറ്റ് ആയി പോകും. സോ അതുകൊണ്ട് എപ്പോഴും സേവ് ചെയ്യാൻ ശ്രമിക്കുക. മിനിമം 2 ഫയൽസിൽ സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലെ സേവാസ് ചൗധരി _001 സേവ് ചെയ്യുന്ന. ആൻഡ് നെക്സ്റ്റ് വൺ സേവാസ് ഓപ്ഷൻ കൊടുത്തിട്ട് 002. സോ അത് ഇങ്ങനെ 2 ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം നമ്മൾ പോകാനായിട്ട്. എപ്പോൾ എന്ത് വർക്ക് ചെയ്താലും അതായിരിക്കും ബെസ്റ്റ്. നെക്സ്റ്റ് നെക്ക് ഏരിയ. ഓക്കെ, നെക്ക് ഏരിയയിൽ നമുക്ക് വരാം.
അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഗൈഡ് ലൈൻസിനെ ആദ്യം നമ്മൾ പ്ലേസ് ചെയ്യണം, പ്രോപ്പർലി പ്ലേസ് ചെയ്യണം. ഇവിടെ ഗൈഡ് ലൈൻസിന് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്, നോക്കട്ടെ. ലോക്ക് അല്ല, ഹൈഡ് ഗൈഡ്സ്. ഇതെന്താ മൂവ് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമുക്കിവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് ലേയേഴ്സ്, അതുകൊണ്ടാണ് അത് മൂവ് ചെയ്യാത്തത്. സോ അത് മാറ്റിയാൽ മതി, ശരിയായിക്കോ. നേരെ ആ ഒരു ഏരിയയിലൂടെ പോകും. സോ അതുപോലെ തന്നെ ഇവിടെ നോക്കുക. ഓക്കെ, നെക്ക് ഏരിയ ആയതുകൊണ്ട് കൺട്രോൾ എക്സ് പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഉള്ളത് ഈ ബോഡി പാർട്ട്. സോ ബോഡി പാർട്ട് വരയ്ക്കുന്നു. സോ അതിന് ഒരു ന്യൂ ലെയർ ഏറ്റവും മേളിൽ ന്യൂ ലെയർ കൊടുത്തു, ദെൻ വരയ്ക്കുകയാണ്. ഞാനിപ്പോൾ എനിക്കിവിടെ 2 ലേയേഴ്സ് പോലെ കാണാൻ പറ്റും. ആ ഒരു ഓവർ കോട്ടിലുള്ള വേസ്റ്റ് കോട്ട് പോലുള്ള ആ ഒരു ഡ്രസ്സ്. സോ അതിന് ഏറ്റവും മേളിൽ വരുന്ന പോർഷൻ ആദ്യം വരയ്ക്കുകയോ അല്ലെങ്കിൽ ഇതിന് രണ്ടാമത് വരയ്ക്കുകയോ എങ്ങനെ വേണം ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അകത്ത് വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലോട്ട് പോകുന്ന പോർഷൻ നമ്മൾ എങ്ങനെ വരച്ചാലും നോ പ്രോബ്ലം. സോ വൈ, ബിക്കോസ് അത് മറ്റൊരു ഷേപ്പ് ഇവിടെ വരുന്ന ഷേപ്പിൻ്റെ അടിയിലോട്ടാണ് അത് പോകാൻ പോകുന്നത്. സോ അകത്തോട്ട് പോകുന്ന പോർഷൻ നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുവഴി കട്ട് ചെയ്ത് വരയ്ക്കാൻ പാടില്ല. ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 2 ഷേപ്സ് ജോയിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് ഒരു സ്ലിറ്റ് വരാൻ സാധ്യത നല്ലപോലെ ഉണ്ട്. സോ സ്ലിറ്റ് വരാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഏറെ അകത്തോട്ട് കയറ്റി വെക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, അവിടെ ഞാനൊരു കളർ കൊടുക്കുകയാണ്. ബേസിക് കളേഴ്സ് ആണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. ബേസിക് കളേഴ്സ് മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. സോ അതിന് ശേഷം നമ്മൾ കൊടുക്കും. അത് വരച്ചു, എന്നിട്ട് ഓഫ് ചെയ്തു. നെക്സ്റ്റ് ലെയർ ഓപ്പൺ ചെയ്തിട്ട് നെക്സ്റ്റ് ലെയറിൽ ഞാൻ അതിൻ്റെ അടുത്ത ഷേപ്പ് വരയ്ക്കുകയാണ്. ഓക്കെ, അതും ഡൺ. അത് ഓഫ് ചെയ്തു. ഇനി ഇത് രണ്ടിൻ്റെ അടിയിലായിട്ട് എനിക്കൊരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഈ ഡ്രസ്സിന് അടിയിലായിട്ട് വരുന്ന ആ ഒരു ഡ്രസ് ഏരിയയും ടൈയും ഒക്കെ ചെയ്യാനായിട്ട്. സോ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ അടിയിലോട്ട് ടൈ അടിയിലോട്ടാണ് പോകുന്നത്. സോ ടൈക്ക് അടിയിലൊരു ഡ്രസ് ഏരിയ ഉണ്ട്. സോ അവിടത്തേക്ക് വേണ്ടി മാത്രം ഞാൻ ആദ്യം ഒരു ഷേപ്പ് വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കുന്നു. അത്രേ ഉള്ളൂ. അത്ര ഏരിയ മാത്രമേ വിസിബിൾ ആവുള്ളൂ. സോ അത്രയും മതി. അതിന് വേറൊരു കളർ കൊടുക്കാം. ഓൺ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി, അതിനടിയിലോട്ട് പോയി. കണ്ടല്ലോ നിങ്ങൾ? ഓക്കെ, നെക്സ്റ്റ് ഇതെല്ലാം ഓഫ് ചെയ്യുന്നു. ഇതിൻ്റെ മേളിൽ വരണം. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഈ ഒരു ഈ മേളിൽ കണ്ട ഈ 2 ബട്ടണുള്ള ഈ ഡ്രസ്സിൻ്റെ അടിയിലായിട്ട് വരണം. പക്ഷേ നമ്മളിപ്പോൾ ഈ വരച്ച ഷർട്ടിന് വേണ്ടി വരച്ച ഇതിൻ്റെ മേളിലായിട്ട് വരണം. ഈ ടൈയുടെ ഏരിയ അതിൻ്റെ മേളിലാണ് ഈ നെക്ക് പാർട്ട് വരേണ്ടത്. സോ ഞാനപ്പോൾ ചെയ്യാൻ പോകുന്നത് ന്യൂ ലെയർ എടുത്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും കറക്റ്റായിട്ട് ടൈ വരയ്ക്കാത്തത് എന്താണെന്ന്. പക്ഷേ അത് നിങ്ങൾ നേരത്തെ ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ തന്നെയുള്ള കാര്യം തന്നെയാണ്. വലിയതായിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നില്ല. കളർ നമ്മൾ ഇഷ്ടമുള്ള വേറെ കൊടുക്കുന്നു. ദെൻ അത് ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ മേളിൽ
ഞാൻ പിന്നെ നെക്ക് പാർട്ടാണല്ലോ, നെക്ക് പാർട്ട് വേറെ എടുക്കുന്നു. ഓക്കെ, ഇതാവുന്നു. ഇനിയിപ്പോൾ നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്തു, ഓൺ ചെയ്തു. എന്നിട്ട് ഞാൻ അകത്തെ ഡ്രസ്സ് ഒന്ന് ഓൺ ചെയ്തു. പിന്നെ ഞാൻ ടൈ ഓൺ ചെയ്തു. പിന്നെ ഞാൻ നെക്ക് പാർട്ട് ഓൺ ചെയ്തു. സി, നെക്ക് പാർട്ടിൻ്റെ കളർ ഒന്ന് മാറ്റി വെക്കാം. യെസ്, ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഡിഫറൻസ് ഉണ്ടോ. അപ്പം അത് അവിടം വരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആയി. ഇനിയിപ്പോൾ ഉള്ളത് ആ ഒരു രണ്ട് കൈകളിലാണ്, രണ്ട് കൈകളുടെ ഡിസൈൻ. പക്ഷേ ആക്ച്വലി ഈ ഡ്രസ്സ്, കയ്യിലുള്ള ഈ ഡ്രസ്സിൻ്റെ ഡിസൈൻ പോകുന്നത് ഉള്ളിലോട്ടാണ്. സോ അതും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ താഴെയായിട്ട് വെച്ചാൽ മെയിൻ ഡ്രസ്സസ് ലെയർ 7 ആൻഡ് ലെയർ 8 എന്ന് വെച്ചാൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ ലെയറും ഈ ലെയറുമാണ്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് വരണം ന്യൂ ലെയർ, കൈ വരയ്ക്കാനുള്ള ലെയർ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സേവ് ചെയ്യുന്നത് നല്ലതാണ്, റീപ്ലേസ്മെൻറ്റ് സേവിങ്. ഫയൽ 1-ൽ സേവ് ചെയ്യുന്നു, കുറച്ച് നേരം ഫയൽ 1-ൽ വർക്ക് ചെയ്യുന്നു. ഫയൽ 1 സേവ് ചെയ്തതിന് ശേഷം സേവ് ആസ് ടു ഫയൽ 2. ഫയൽ 2-ൽ കുറച്ച് നേരം വർക്ക് ചെയ്യുന്നു, ആ ഫയൽ സേവ് ചെയ്യുന്നു. ദെൻ സേവ് ആസ് ടു ഫയൽ 1, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാലേ ആ ഒരു ഫയലിലുള്ള അപ്ഡേഷൻ മറ്റൊരു ഫയലിൽ വരുള്ളൂ. എന്ന് വെച്ചാൽ കാരണം ഇലക്ട്രിസിറ്റി ഫ്ലക്ച്വേഷൻസ് വരുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ ഫയൽസ് കറക്റ്റ് ആയി പോകാനുള്ള ചാൻസസ് നല്ലപോലെ ഉണ്ട്. അപ്പം ആ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1 മണിക്കൂർ ഇരുന്ന് കഷ്ടപ്പെട്ട് വരയ്ക്കുന്നതൊക്കെ ഒറ്റ മിനിറ്റിൽ തീർന്നു കഴിഞ്ഞാൽ പണിയാവും. സോ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ ഒരു കൈയുടെ പോർഷൻ. ഓക്കെ, സോ ഇത് ഡൺ. സോ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഷർട്ടിൻ്റെ ഒരു ഡിസൈൻ അവിടെ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ആ ലെയർ തന്നെ നമുക്ക് വേണം വരയ്ക്കാം, അല്ലെങ്കിൽ വേറെ ലെയറിൽ വരയ്ക്കാം. മറ്റേ ഹാൻഡിൻ്റെ കളർ. ഓക്കെ, മറ്റേ ഹാൻഡിൻ്റെ ഷേപ്പ്. ഓക്കെ, ഡൺ. ഇവിടെ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്തൊക്കെയെന്ന് വെച്ചാൽ അവിടെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. സോ അവിടുത്തെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് പാൻസ് ആണ്. സോ പാൻസ് ഈ ഡ്രസ്സിൻ്റെ അടിയിൽ തന്നെ വരേണ്ടതാണ്. സോ ന്യൂ ലെയർ എടുക്കുന്നു. ആദ്യം ബാക്കിലുള്ള പാൻസ് വരയ്ക്കുന്നു.
ഫ്രണ്ടിലുള്ളത് വരയ്ക്കുന്നു. പിന്നെ ബാക്കിലുള്ള തൽക്കാലം ഓഫ് ചെയ്തിട്ടാണ് ഫ്രണ്ടിലുള്ള വരയ്ക്കുന്നത്. ഓക്കെ, സോ രണ്ട് ലെഗിൻ്റെയും പോർഷൻസ് കഴിഞ്ഞു. ഇപ്പോൾ ഹൈഡ് ചെയ്യുവാണ്. എന്നിട്ട് ഇനി ഇപ്പോൾ വരയ്ക്കാനുള്ള അതിൻ്റെ താഴെയായിട്ട് വരണം ഷൂസ് ഏരിയ. സോ ആ രണ്ട് ലെയറിൻ്റെ അടിയിലായിട്ട് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻ ബിറ്റ്വീൻ നമ്മൾ സേവ് ചെയ്തോണം. ഓക്കെ, ഷൂവിനൊരു ഡിഫറെൻറ്റ് കളർ കൊടുക്കുന്നു. ഒന്ന് നോക്കാം. കണ്ടോ, അടിയിൽ പോയി. ആക്ച്വലി മേളിലാണ് വരേണ്ടത് ഷൂസ്. അപ്പം ഷൂസിൻ്റെ ലെയർ എക്സ് ഈ ലെയർ ഇടാം. ഷിഫ്റ്റ് വി ആ ലെയർ വന്നു. ഓക്കെ, ആ ഷൂവിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഷൂവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒപ്പേസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഷൂവിൻ്റെ സെലക്ട് ചെയ്തിട്ട് ഒപ്പേസിറ്റി അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ നൈഫ് ടൂൾ എടുത്തിട്ട് ഓക്കെ, അത് നിങ്ങൾ കാണുന്ന ഒരു കാര്യം, സെലക്ട് ആൻഡ് ഡിലീറ്റ്. വി ഗോട്ട് ദ ഷേപ്പ്. ഇനി അടുത്ത ഷൂ ചെയ്യുന്നു. ഇവിടെ തന്നെ വേണം ചെയ്യാൻ, ഈ ലെയർ തന്നെ വേണം ചെയ്യാൻ, നോ പ്രോബ്ലം. രണ്ടും അടുത്തടുത്തിരിക്കുന്നതാണ്, പക്ഷേ ചേർന്നിരിക്കുന്ന അല്ലാത്തത് കൊണ്ട് റിസ്ക് ഇല്ല. ഓക്കെ, ഡൺ. ഇനി വരേണ്ടത് ഇവിടെ കുറച്ച് കാലിൻ്റെ ഏരിയ കാണിക്കുന്നുണ്ട്, ഉള്ളിലുള്ള പോർഷൻ. സോ അത് നമ്മൾ വരയ്ക്കണം. സോ അത് താഴത്തെ ലെയറിൽ വേണം. ഈ ലെയർ 15 അടിയിലായിട്ട് ഒരു ലെയർ ഇടുക. ആ ലെയറിൽ വരച്ചു കൊടുക്കുക. ബാക്കിയുള്ള ലെയർ ലോക്ക് ചെയ്തേക്കുക. ക്ലിക്ക്. ഇത്രയും മാത്രം മതി, വേറെ ഒന്നുമില്ല. വെച്ചാൽ റിവീലായിട്ട് ചെയ്ത് കാണുന്ന ഏരിയ മാത്രം ഒന്ന് ബ്ലോക്ക് ചെയ്ത് വരച്ചു കൊടുത്തുകൊള്ളുക. അപ്പം ആ പ്രശ്നം മാറും. ഇനി പാൻസ് ഓൺ ചെയ്യുന്നത് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും എന്താ സംഭവിക്കുകയെന്ന്. കണ്ടോ? ഓക്കെ, ഗോട്ട് ദി ഐഡിയ. പാൻസ് വന്നു. പാൻസിൻ്റെ മേളിൽ വരണം ആ ഒരു ഷൂസ് വരാനായിട്ട്. സോ പാൻസിൻ്റെ മേളിൽ ഷൂസ് ഇട്ടു. യെസ്, ഇത്രയും മതി. കണ്ടല്ലോ നിങ്ങൾക്ക്. നെക്സ്റ്റ് ഇനി ചെയ്യാൻ പോകുന്നത് ന്യൂ ലെയർ എടുത്തിട്ട് ഈ ടർബൻ്റെ ബാക്കി താഴോട്ട് ടെയിൽ പാർട്ട് അങ്ങ് വരയ്ക്കാൻ പോവാണ്. ടെയിൽ പാർട്ട് എടുക്കുന്നു. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് ഫേസിൻ്റെ ഒരു ഷേപ്പ് എനിക്ക് അവിടെ ഉള്ളതുകൊണ്ട് ആ ഫേസിൻ്റെ ഷേപ്പിന് പുറകിൽ പോകും ടർബൻ്റെ ഈ ടെയിലിൽ വരയ്ക്കുന്നതിനകത്ത് എക്സ്ട്രാ പാർട്ട് ഉണ്ടെങ്കിൽ. സോ ദാറ്റ് ഈസ് ദാറ്റ്. ഇവിടെ അതുപോലെ കുറച്ച് ഇറക്കി വരച്ചു, കാരണം ഇതിൻ്റെ മേളിൽ കൂടെ പോകുന്ന ഒരു സ്പേസ് ഒരു പീസ് കിടപ്പുണ്ട്. സോ അതുകൊണ്ട് നോക്കാം എങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇത് പ്ലേസ് ചെയ്തു. എന്നിട്ട് അതിനെ ഓഫ് ചെയ്യുന്നു. അതിൻ്റെ മേളിലത്തെ ലെയറിൽ അടുത്ത പീസിനെ വരയ്ക്കുന്നു.
ഓഫ് ചെയ്യുന്നു. അതിൻ്റെ താഴെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ലെയർ എടുക്കുന്നു. അവിടത്തേക്ക് ഞാൻ ഈ ഒരു പീസിനെ വരയ്ക്കുന്നു. എല്ലാത്തിനും കളർ വന്നാണ്ട് ചിലപ്പോൾ കാണാൻ അറിയാനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സോ അതിന് ഞാനൊരു കാര്യം ചെയ്യാം, കളർ ചെറിയ ഡിഫറൻസ് വരുത്തി ഓരോന്ന് കാണിച്ചു തരാം. കാണാമല്ലോ, ഒരു ഏകദേശം നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റിക്കും കൈയൊക്കെയാണ്. സോ നമുക്ക് ഇതുവരെ ചെയ്തതിനെ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, യെസ്, എന്തൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്? ഷൂസ് മാത്രം മൂവ് ചെയ്യുന്നില്ല. ഷൂസിനെ കൂടെ ഒന്ന് അൺലോക്ക് ചെയ്യാം. ടോട്ടലി നമുക്ക് കിട്ടി. സെലക്ട് ചെയ്തു ആൻഡ് മൂവിങ്. ഓക്കെ, അപ്പോൾ പിടി കിട്ടിയാൽ ഇത്ര ഏരിയ നമ്മൾ വരച്ചെടുത്തു, അതുപോലെ തന്നെ കൊണ്ട് പ്ലേസ് ചെയ്തു. സോ നമുക്കതുപോലെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഷേപ്പ് ഇവിടെ കൊണ്ടുവരാൻ പറ്റി. ഓക്കെ, ഇനിയുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻസ് കുറച്ച് മുന്നോട്ട് ചേർക്കാനുണ്ട്. ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്. ഈ ഒരു ഷൂസിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഏരിയ ഉണ്ട്. അതൊന്ന് സെപ്പറേറ്റ് പീസസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, ചെറിയൊരു ലൈറ്റ് ഫീൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഡാർക്ക്നെസ് ചെയ്യുന്ന കുറച്ച് ലൈറ്റ്. ഒരു ഡിഫറൻസ് എനിക്ക് അവിടെ രണ്ട് ഷെയ്ഡ്സിലും ഡിഫറൻസ് കാണിക്കാനുണ്ട്. സോ ഇത് സെപ്പറേറ്റ് ഷേപ്പ് ആയതുകൊണ്ട് നോക്കാം. യെസ്, ഡിഫറൻസ് ഉണ്ട്. ഇനി ഇവിടത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു ഓവൽ ഷേപ്പ് മതിയാവും. യെസ്, അത് മതി, അത് കൊണ്ടുപോകാം. ഓക്കെ, ഡൺ. ഇനി ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട്, എക്സ്ട്രാ ലെയർ വെച്ച് കൊടുക്കണം. സോ അതിന് ന്യൂ ലെയർ എടുക്കാം, എന്നിട്ട് അവിടെ കൊടുക്കാം. ഓക്കെ, അതിനൊരു ഗ്രേ കളർ വല്ല കൊടുക്കാം. അതും അങ്ങോട്ട് പ്ലേസ് ചെയ്യാം. ഓക്കെ, കണ്ടല്ലോ, ഇവിടെയുണ്ട് അങ്ങനെ ഒരു ഷേപ്പ്. സോ ഇവിടെ നമുക്ക് ഓക്കെ, എന്നിട്ട് അതിലെ ആ സെയിം കളർ എനിക്കിവിടെ വേണം. സോ ഞാൻ കൊണ്ടുപോയിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഐഡ്രോപ്പറിൽ എടുക്കും, ഐഡ്രോപ്പർ ടൂൾ, എന്നിട്ട് അതിനെ ഈ കളറിൽ ക്ലിക്ക് ചെയ്യും. എനിക്ക് ആ സെയിം കളറാണ് ഇവിടെ വേണ്ടത്. സോ അതുകൊണ്ട് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. സോ ഇത്രയും കഴിഞ്ഞു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയും അതിൻ്റെ ബട്ടൺ ഏരിയ, ഇവിടെ ഒരു ബട്ടൺ ഏരിയ ഉണ്ട്. സോ അതിനുവേണ്ടി ഒരു ബട്ടൺ കൊടുക്കുന്നു. 2 ബട്ടൺ വേണം. ഓക്കെ, അതിനൊരു കോപ്പിയിൽ എടുക്കുന്നു.
രണ്ട് ഞാൻ ചൂസ് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്തു, എന്നിട്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. ഇത് കാണാൻ പറ്റുന്നതിൻ്റെ കാര്യം ഇത് ഈ ലെയറിലല്ല. സോ ഈ ബ്രസ്സിൻ്റെ ലെയറിൻ്റെ അടിയിലത്തെ ലെയറിലുണ്ട്, നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ലെയർ വിൻഡോയിൽ. സോ കൺട്രോൾ എക്സ് ഞാൻ കൊടുത്തിട്ട് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവിടെ പ്ലേസ് ചെയ്യുന്നു. സോ നമുക്കിപ്പോൾ കാണാം, കണ്ടല്ലോ. ഇനി ആ സ്റ്റിക്ക് പിന്നെ കൈ ഇതാണ് വരയ്ക്കാനുള്ളത്. സോ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഈ ഒരു പീസ് ആദ്യം വരയ്ക്കാം. ഈ പീസ് നമ്മൾ വരച്ച് കൊടുത്തിട്ടില്ലായിരുന്നു തോന്നുന്നു. ഓക്കെ, അതിനെ കുറിച്ച് സെറ്റാക്കാം. പക്ഷെ അതിന് മുമ്പ് ഇവിടെ ഒരു പീസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എന്താ വരയ്ക്കാനുള്ളത്? ഹാൻഡ് വരച്ചു. അതിൻ്റെ ഇനിയും ഈ പോർഷൻ വരയ്ക്കണം. ഓക്കെ, ഇവിടെ അത് കഴിഞ്ഞു. അതുകൊണ്ട് പ്ലേസ് ചെയ്യാൻ പോവാണ്. പക്ഷെ ഇവിടെ ഇതിന് കളറില്ല, സോ കളറോടെ പ്ലേസ് ചെയ്യണം. സോ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് ആ കാലിന് കൊടുത്ത കളർ തന്നെ പ്ലേസ് ചെയ്യാൻ പോവാണ് ഇതിന്. യെസ്, പക്ഷേ ഇത് കുറച്ച് അടിയിലിരിക്കണം, ഷർട്ടിൻ്റെ അടിയിലായിട്ട് വരണം. സോ ഷർട്ടിൻ്റെ കൈ വരച്ചേക്കുന്നത് ഇവിടെയാണ്, കണ്ടോ? ഇതിനടിയിൽ പോകണം, ലെയർ 12 അടി വരണം കൈ. അതുപോലെ തന്നെ ഇതെന്താ പറ്റി, കൈ മാത്രം എടുക്കുക, കൺട്രോൾ എക്സ് പ്രസ് ചെയ്യുക, ലെയർ 12 അടിയിൽ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് പ്ലേസ് ചെയ്യുന്നു. യെസ്, ഡൺ. അതുപോലെ തന്നെ ഈ കൈ ഓക്കെ. അതിനെ അതിൻ്റെ കളർ ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞു അത്രയും. നെക്സ്റ്റ് ആ സ്റ്റിക്കാണ് വരയ്ക്കാനുള്ളത്. സ്റ്റിക്ക് എന്നുള്ള സാധനം വരയ്ക്കുമ്പോൾ അത് കൈയുടെ അടിയിലോട്ട് വരണം. സോ അതിൻ്റെ അടിയിൽ ലെയർ 23 അടിയിൽ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ സ്റ്റിക്ക് വരയ്ക്കുന്നു.
ഓക്കെ, സ്റ്റിക്ക് ഓൾസോ റെഡി. നമുക്ക് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. അതിന് ഒരു കളർ എപ്പോഴും കൊടുക്കുക. ഈ കളറല്ല ആക്ച്വലി വരേണ്ടത്, എങ്കിൽ പോലും ഞാൻ ആ കളർ തൽക്കാലം കൊടുത്തതിൻ്റെ കാരണം എനിക്ക് വേറെ ഒന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു, പ്ലേസ് ചെയ്യാവുന്നത് വരെയുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. ഓക്കെ, ഈ കളറൊന്ന് മാറ്റാം. യെസ്, കണ്ടില്ലേ? ഇനിയിപ്പോൾ എന്താ ബാക്കി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ബാക്കി നിൽപ്പുണ്ട്, പിന്നെ ആക്ച്വൽ കളേഴ്സ് ബാക്കി നിൽപ്പുണ്ട്. ഓക്കെ, നമുക്കതിലോട്ട് വരാം. ഞാൻ ഫയൽ ഒന്ന് സേവ് ചെയ്തോട്ടെ. ഇപ്പോൾ 1 ആണ് നിൽക്കുന്നത്, ചാച്ച ചൗധരി 001. സോ സേവിങ് ടു ചാച്ച ചൗധരി 002. ഓക്കെ, ടർബൻ കംപ്ലീറ്റ് ആണ്. പിന്നെ ഇപ്പോൾ ഫേസിലെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ മുസ്താഷാണ്, മീശ. സോ നമുക്ക് മീശയിലോട്ട് വരാം. ഏറ്റവും മേളത്തെ ലെയർ ചൂസ് ചെയ്യുന്നു, ന്യൂ ലെയർ എടുത്തു, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ 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 എന്നിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്തു. എന്നിട്ട് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിങ്ങനെ വരയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ വരും തിരിച്ച് ബാക്കി കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട് അതിനുവേണ്ടി. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഞാനത് മൂക്കിലോട്ട് കയറ്റിയാണ് ആ മീശ വരച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ മീശ എടുത്തു. മീശയുടെ കളറ് ഒരു വൈറ്റ് കൊടുക്കാം. വൈറ്റ് ഇൻ ദ സെൻസ് ഒരു ചെറിയൊരു യെല്ലോയിഷ് വൈറ്റിലോട്ട് കയറാം. ഓക്കെ, പ്യുവർ വൈറ്റ് എന്ന രീതിയിൽ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി റിയലിസ്റ്റിക് എന്ന് പറയുന്നത് യെല്ലോയിഷ് വൈറ്റിലോട്ട് കയറുന്നതാണ്, യെല്ലോയിഷ് അല്ലെങ്കിൽ ക്രീമി വൈറ്റിലോട്ട്. സോ ഇനിയിപ്പം അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, ആ മൂക്ക് വരയ്ക്കാനുണ്ട്. സോ വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ ആ ഒരു ഫേസിൻ്റെ ഒരു ഫേസിൻ്റെ ഷേപ്പ് ഗ്രീൻ കളറിലാണല്ലോ. സോ നമുക്കത് ഫേസിൻ്റെ ഷേപ്പ് തൽക്കാലം തിരിച്ച് ഇതിലോട്ട് കൊണ്ടുവന്നു. സ്കിൻ കളറിൻ്റെ ഒരു ടോൺ നമ്മൾ നേരത്തെ ബാക്കിയുള്ള സ്കിൻസിനെല്ലാം കൊടുത്ത പോലെ, കൈക്കും കാലിനും കൊടുത്ത പോലെ അതെ ഇതുപോലെ ഇതിനെ കൊടുത്തു. എന്നാൽ ഈ ഒരു ഷേപ്പിനും മൂക്കിൻ്റെ ഷേപ്പിനും അത് കൊടുക്കുവാണ്. ഓക്കെ, സോ അത് എങ്ങനെയാണ് വരുന്നത് ഇവിടെ നോക്കാം. മൂക്കിൻ്റെ ഷേപ്പ് വരുന്നത് നേരെ ഈ ബട്ടണിൻ്റെ നേരെയുള്ള ലെവലാണ്. സോ ഞാനിവിടെ ഗൈഡ് ലൈൻ വെച്ചിട്ട് ബട്ടണിൻ്റെ നേരെയുള്ള ലെവൽ എടുത്തു. സോ അവിടെ വന്ന് മൂക്ക് തട്ടിയിരിക്കണം. ആൻഡ് ഇവിടെ ഏതിൻ്റെ നേരെ ആയിരിക്കും മൂക്കിൻ്റെ ഹൈറ്റ് ലെവൽ ഇരിക്കുന്നത് എന്ന് നോക്കുന്നു. ഈ മൂക്കിൻ്റെ നേരെ വരണം ഹൈറ്റ്. ഓക്കെ, നേരെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തു. ആൻഡ് ഇതിന് ഞാനൊരു സ്ട്രോക്ക് കൂടി കൊടുക്കുകയാണ്. സ്ട്രോക്ക് ഇൻ ദ സെൻസ് ഒരു ലൈൻ കൊടുക്കുകയാണ് ആ ഒരു ഷേപ്പിന്. കണ്ടോ, ഷേപ്പ് കൊടുത്തു. എന്നിട്ട് ഞാൻ ചെറിയൊരു എഫക്റ്റോടെ കൊടുത്തു. സോ മൂക്കിൻ്റെ ആ ഒരു ലൈൻ കുറച്ചുകൂടെ സ്മൂത്തനായിട്ട് കിട്ടി. ആൻഡ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിനെ അങ്ങോട്ട് പ്ലേസ് ചെയ്യാൻ പോവാണ്. കണ്ടോ, കയറിയിരിക്കുന്നുണ്ടോ, കയറിയിരുന്നു. ഡൺ. ഇനി എനിക്ക് വേണ്ടത് ഓരോ കട്ടിങ്സ് ആണ്. ഈ ഷേപ്പ് വരച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ട കട്ടിങ്സ്. ആദ്യം ഞാൻ ചെയ്യേണ്ടത് അതിൻ്റെ സ്ട്രോക്ക് ആദ്യം വരച്ചു കൊടുക്കുക. സ്ട്രോക്ക് വരച്ചു, അതും ഇതുപോലെ തന്നെ ഷേപ്പ് ഔട്ടായിട്ട് ഇങ്ങനെ ഷേപ്പ് കൊടുത്താൽ മതി. ആൻഡ് ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ എനിക്ക് താഴത്തെ ലൈനിൽ എനിക്ക് താഴത്തെ ആ ഒരു മീശയുടെ താഴത്തെ ആ ഒരു ഷേപ്പിൻ്റെ ഏരിയയിലുള്ള ലൈൻ എനിക്ക് വേണ്ട. സോ ഞാനത് കട്ട് ചെയ്ത് കളയാൻ പോവാണ്. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു ആൻഡ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു.
ആ ലൈൻ എടുത്ത് കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ മേളിൽ ഷേപ്പ് ഒന്ന് വരച്ചിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. ഓക്കെ, നൈഫ് എടുക്കുന്നു, നൈഫ്. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് കട്ട് ചെയ്തു. ഇതിപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ സെലക്ട് ചെയ്ത ലൈൻസ് കുറേ എണ്ണം ഉണ്ട്, അതുകൊണ്ട് സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ആ മീശ, അതാണ് പറ്റിയ കുഴപ്പം. അതെന്താ പറ്റിയ അവിടെ? യെസ്, ഇപ്പോൾ ശരിയായി. ഓക്കെ, ഷേപ്പ് റെഡിയാണ്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇടയ്ക്കത്തെ ഷേപ്സിനെ മാത്രം ചൂസ് ചെയ്തു ഡിലീറ്റ് ചെയ്തു. ഓക്കെ, കാർട്ടൂണിക്കലായിട്ട് ആ ഷേപ്പിനെ നന്നാക്കി എടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഈ ഷേപ്പിൽ ഈ താഴത്തെ അറ്റത്തെ ലൈൻസ് വേണ്ട. സോ താഴത്തെ ലൈൻസ് വേണ്ട, അതുകൊണ്ട് നമ്മൾ സിസേഴ്സിൽ വരുന്നു, ക്ലിക്ക് ആൻഡ് ക്ലിക്ക്, ഒരു ക്ലിക്ക് ആൻഡ് ക്ലിക്ക്. നമ്മളത് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്, ആ ഒരു ലൈൻ അവിടെ വേണ്ടാത്തൊരു ലൈൻ ഉണ്ട്, അതെടുത്ത് കളഞ്ഞു. യെസ്, ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ആൻഡ് ക്ലിക്ക്, വേണ്ടത് വന്നു, പക്ഷേ ഈ ഒരു എക്സ്ട്രാ ഷേപ്പുകൾ വന്നു. ഓക്കെ, എന്നാൽ അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, അതാണ് നിർത്തിയേക്കാം. നെക്സ്റ്റ്, ആ ഒരു വായയുടെ ഒരു പോർഷൻ കുറച്ച് കിടപ്പുണ്ട് അവിടെ, അതായത് ഇതുപോലെ അതൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് റെഡി ദെയർ. ഇനിയിപ്പം കണ്ണിൻ്റെ പോർഷൻ. ഓക്കെ, ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് ഞാൻ മേളത്തെ ഈ ഓപ്ഷൻ കൊടുക്കുന്നു. സോ അതും റെഡി. ഈ സാധനത്തിൻ്റെ മേളിൽ വരണം ടർബൻ, എങ്കിലേ ശരിയാവുള്ളൂ. ടർബൻ്റെ അടിയിലോട്ട് കൊണ്ടുവെക്കാം ഈ ഒരു പീസിനെ മാത്രം. കൺട്രോൾ എക്സ്. അപ്പോൾ അതിൻ്റെ ആ ലൈൻസ് ഉള്ളിലോട്ട് കയറിപ്പോയി. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് കളറിങ്ങിലോട്ട് കിടക്കാം. കളറിങ്. ഓക്കെ, അതിന് മുമ്പ് സേവ് ചെയ്തേക്കാം. സോ ഷൂസിൻ്റെ കൈൻഡ് ഓഫ് ഓക്കെ ആണെന്ന് തോന്നുന്നു. പാൻസ് ആണ് ശരിയാക്കാനുള്ളത്. ആദ്യം ഇതിലോട്ട് വരാം, ഈ ഒരു ഷേപ്പ്. അത് കഴുത്തിൻ്റെ ഷേപ്സ് കുറച്ച് ചെയ്യാനുണ്ട്. സോ ഐ എടുത്തു, കളർ കൊടുത്തു, എന്നിട്ട് വി എടുത്ത് കളർ കൊടുത്ത് അവരിന് ഒരു സ്ട്രോക്ക് കൂടെ കൊടുക്കാം, കുറച്ചുകൂടെ ശരിയാവും, മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഓക്കെ ആയി, കുറച്ചുകൂടെ ഡിഫൈൻഡ് ആയി മാറി. ഓക്കെ, ഇവിടെയും കൊടുക്കാം ഇത് തന്നെ, ഇവിടെയും കൊടുക്കാം ഇത് തന്നെ. ഓക്കെ ആണല്ലോ, എന്താ ഇവിടെയും.
ഇനി ഈ സ്റ്റിക്കിന് കുറച്ച് ഗ്രഡേഷൻസ് എന്നുള്ളൊരു ഫീൽ കൊടുക്കണം. സോ ന്യൂ ലെയർ എടുക്കുന്നു. ചെറിയ ചെറിയ ചില ഇഫക്ട്സ് ഇവിടെ എവിടെ കൊടുത്താലേ ശരിയാവുള്ളൂ. ആദ്യം ഞാൻ എല്ലാത്തിനും ലോക്ക് ചെയ്യുന്നു. സേഫ്റ്റിക്ക് വേണ്ടിയാണ്, ബാക്കിയൊന്നും സെലക്ട് ആവരുത് അതിന് വേണ്ടി. സോ എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പല പല ചെറിയ ചെറിയ പീസസ് അവിടെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, അത്രയും ഷേപ്സിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ അതിന് ടോട്ടലി സെലക്ട് ചെയ്യുവാണ്. സോ എനിക്ക് ആ ഷേപ്സ് കാണാൻ പറ്റും. സോ ഷേപ്സ് എടുത്തിട്ട് അതിൻ്റെ ലൈറ്റസ്റ്റ് ടോണിലോട്ട് ഞാൻ വരുന്നു. ലേറ്റസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് ടോണിലോട്ട് എന്നിട്ട് ടോട്ടലി തന്നെ സെലക്ട് ചെയ്യുന്നു. എനിക്ക് കൊടുക്കുന്നത് ആക്ച്വലി ആ ഷേപ്പിൻ്റെ നമുക്ക് ടിൻറ്റ് ടോൺ ഷെയ്ഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ടിൻ ടോൺ ഷെയ്ഡിൻ്റെ ടിൻറ്റിലോട്ടാണ് ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഷെയ്ഡാണ് നമുക്ക് ഓൾറെഡി ഉള്ള കളർ ഷെയ്ഡായിട്ടാണ് ഞാൻ ഷെയ്ഡായിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. സോ ഇപ്പോൾ വരയ്ക്കുന്നത് ടിൻറ്റാണ്, ടോണാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ വരയ്ക്കുന്നത് ടോണാണ്. ഓക്കെ, ടോൺ ആൻഡ് ഷെയ്ഡ് എന്ന രീതിയിലാണ്, ടിൻറ്റ് വരച്ചിട്ടില്ല. സോ എന്നിട്ട് പോകുന്നു, ഇഫക്റ്റിൽ പോകുന്നു, ബ്ലറിൽ വരുന്നു, ഗോസിയൻ ബ്ലർ, റിവ്യൂ. ഓക്കെ, നോക്കാം. സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഓക്കെ. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അതിന് കൊടുക്കണമെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം ആ ഷേപ്പിനെ. എന്നിട്ട് അതിന് ഒരു സ്ട്രോക്ക് കൂടി കൊടുക്കാം. സൈസ് നല്ലപോലെ കുറച്ച് ഒരു സ്ട്രോക്ക് കൊടുത്താൽ മതി, ഒരു ഡെഫിനേഷൻ കിട്ടാനായിട്ട് മാത്രം. ഓക്കെ, ആൻഡ് ഇനി അതിൻ്റെ ഒരു സൈഡിൽ ഡാർക്ക്നെസ് കൂടുതൽ കൊടുക്കണം. സോ അത് കൊടുക്കാനായിട്ട് ഇതിൻ്റെ തന്നെ ന്യൂ ലെയർ എടുക്കുന്നു. ഓക്കെ, അത്രയും കഴിഞ്ഞു. ഞാനിപ്പോൾ താഴത്തെ ആ ഒരു ലെയർ വരച്ചു, ബാക്കിയുള്ള ലെയേഴ്സിനെ ലോക്ക് ചെയ്തു. എനിക്കിപ്പോൾ ഇത് മാത്രമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെലക്ഷനിൽ എനിക്ക് കിട്ടി. സോ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്ട്രോക്ക് എടുത്ത് കളഞ്ഞു, അതിൻ്റെ ഫില്ലിനെ കുറച്ചുകൂടി ഡാർക്കൻ ചെയ്യുന്നു. ഓക്കെ, ഡാർക്കൻ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഇരിക്കും ആ ഷേപ്പ്. സോ അത്ര തന്നെ വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിന് ഇഫക്റ്റിൽ ബ്ലറിൽ പോയി. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ആക്ച്വൽ ഷെയ്ഡാണ്. ഷെയ്ഡ് വന്നു, ഇത് ടിൻ ടോൺ ഷെയ്ഡിൽ ഷെയ്ഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഡ് കഴിഞ്ഞു. പിന്നെ എന്നുവെച്ചാൽ എക്സാമ്പിൾ കാണിച്ചാൽ, സോ ഞാനിപ്പോൾ വരയ്ക്കുന്ന ഷെയ്ഡ്, പിന്നെ വന്നേക്കുന്നത് ടോണ്, പിന്നെ വന്നേക്കുന്നത് ടിൻറ്റ്. ഓക്കെ, ഇത്രയാണ് ആ ഒരു ഷേപ്പിന് വേണ്ടി കൊടുത്തത്. ഇപ്പം ഇനി ദൂരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു വടി പോലെ തന്നെ ഫീൽ ചെയ്യും. അതിൻ്റെ ആയിട്ടുള്ള ഒരു ഗ്ലോസിനെസ്സും ഒക്കെ ഉണ്ടാവും അതിൻ്റെ മേളിൽ. ആ ഒരു പോളിഷ്ഡ് വടി, വാക്കിംഗ് സ്റ്റിക്കിൻ്റെ പോളിഷ്ഡ് ഫീൽ, ആ ഒരു ടെക്സ്ചർ സർഫസ് നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാനാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഇനിയും ടർബൻ്റെ കാര്യം പറയുമ്പോൾ, ടർബൻ്റെ കാര്യം നമുക്ക് പല രീതിയിൽ നമുക്ക് ടർബൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ കാണിച്ചേക്കുന്നത് നല്ലൊരു ഉരുണ്ട ഒരു ടർബൻ പോലെയാണ്, ഒരു 3 ഡയമെൻഷണൽ ഫീൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് അതുപോലൊരു ഫീലിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ആദ്യമായിട്ട് ഞാൻ ടർബൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, അതിൻ്റെ സ്ട്രോക്കാണ് കൊടുക്കേണ്ടത്, സ്ട്രോക്ക്. ഓക്കെ, സോ ടർബൻ സെലക്ട് ചെയ്യുന്നു.
ലോക്കാണ്, ലോക്ക് ഓഫ് ചെയ്തു, ടർബൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ടർബിനൊരു കളർ കൊടുത്തു. കളർ ഞാൻ ഫിൽ കളർ ഓഫ് ചെയ്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഫിൽ കളർ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. സോ ടർബിന് കളർ കൊടുത്തു. ടർബിന് ഫിൽ കളർ ഉണ്ട്, ടർബിന് സ്ട്രോക്കും ഉണ്ട്. സോ ഫിൽ കളർ ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നു. ഒരു റെഡ് വേണേൽ റെഡ് കൊടുക്കാം, ബ്ലൂ വേണേൽ ബ്ലൂ, അങ്ങനെ ഇഷ്ടമുള്ള കൊടുക്കാം. നമുക്കൊരു റെഡ് കൊടുക്കാം. ഓക്കെ, സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ റെഡ് വരാഞ്ഞത്. ഓക്കെ 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 ഓക്കെ, റെഡ് വന്നു. റെഡ് ടബ്. ഇനി എന്താ പറയുക, ഇതിനകത്ത് ഈ ഒരു ലൈൻ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ ഒന്ന് സിമുലേറ്റ് ചെയ്യണം. സോ അതിൻ്റെ മേളിൽ, ആ ലെയറിൻ്റെ മേളിൽ ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒന്ന് നമുക്ക് പെൻ ടൂൾ എടുക്കുന്നു. ഇവിടം വരെയാണ് വേണ്ടത്. സോ ഓക്കെ വന്നു. ആ ലൈനിനെ ഒന്ന് വലുതാക്കിയിട്ട് അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ നിന്ന് മാറ്റുന്നു. നിങ്ങൾക്ക് കാണാം നല്ല ക്യൂട്ട് ആൻഡ് കൂളായിട്ട് ആ ലൈൻസ് വന്നേക്കുന്നുണ്ടോ, നൈസ് ആൻഡ് ക്യൂട്ട്. അതുപോലെ നമുക്ക് ഈ ടർബൻ്റെ ബാക്കി ഡിസൈൻസും അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്നും കുറച്ച് ലൈൻസ് അങ്ങനെ കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടും. ഈ ഏരിയയിൽ നിന്ന് മതി. ചെറുതായിട്ടൊന്ന് സ്ട്രോക്ക് ഒന്ന് ഹൈറ്റ്, അതിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടിയേക്കാം. എന്നിട്ട് ഇതാ ഓക്കെ, ഗോട്ട് ദി ഐഡിയ. ഇവിടെ ഒന്നുകൂടെ കൊടുക്കാം കുറച്ച്. ഈ പ്രസ് ചെയ്യുന്നു. ഇവിടെ വെക്കുന്നു. നെക്സ്റ്റ് അത് കൂടിയിട്ട് പിന്നെ ചെയ്യുന്നത് ഇവിടെ നിന്ന് അടുത്ത പി യൂസ് ചെയ്യുന്നു. നേരത്തെ കുറച്ച് ഒരു ലൈനിൽ ഓവർലാപ്പ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഫക്റ്റ് പോയി കിട്ടും. ഇനി ഈ ലൈനിനെയും സെലക്ട് ചെയ്യുന്നു. സ്ട്രോക്ക് പ്രസ് ചെയ്യുന്നു. ദെൻ കമ്മിങ് ടു ദിസ് ലൈൻ, യെസ്, ഇവിടെ കിട്ടിയല്ലോ. ഇനി ഇവിടെ നിന്നുള്ള ഒരു കണ്ടിന്യൂഷൻ ലൈൻ ഇങ്ങോട്ടോട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു ഫ്ലോ കാണിക്കാൻ നല്ല ഒരു ബെസ്റ്റ് ഐഡിയ ആണ്. ഓക്കെ, അവിടെ കൊടുത്തു. ഇനി ഇവിടുത്തെ ചെറിയൊരു പോർഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പി പ്രസ് ചെയ്തു. ആ 3 ലൈൻസ് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ വീണ്ടും പ്രസ് ചെയ്യുന്നു. യെസ്, ഒരു ടർബിൻ്റെ ഫീലൊക്കെ ഉണ്ട്. നോക്കട്ടെ, ഇത് വേണോ? അത് വേണ്ട. അതിന് പകരം വേറൊരു ഡിസൈൻ ഞാൻ കൊടുക്കുന്നുണ്ട്. ടോട്ടലി ഉള്ളൊരു ഡിസൈനാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കുറച്ചുകൂടി ഒരു 3 ഡയമെൻഷണൽ ഫീൽ കിട്ടാനായിട്ട്
ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഈ ലൈൻസ് വരച്ച ആ ഒരു ലെയറിൻ്റെ അടിയിലായിട്ട് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആദ്യം ആ ലെയർ ലോക്ക് ചെയ്യണം. എന്നിട്ട് ഇതാ ഞാനപ്പോൾ ചെയ്യുവാണ്. ഓക്കെ, ആ ഷേപ്പ് വരച്ചു. ആ ഷേപ്പ് വരച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ സ്ട്രോക്ക് എടുത്ത് കളയുന്നു. എന്നിട്ട് ഫില്ല് ഒരു റെഡ് കളറിൻ്റെ ഡാർക്കസ്റ്റ് ടോണിലോട്ട് കൊണ്ടുവന്നു. റെഡിൻ്റെ ഡാർക്കസ്റ്റ് ടോൺ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒപ്പേസിറ്റി കറക്റ്റാണ്. ഇനി ഇഫക്ട്സിൽ പോകുന്നു, ബ്ലറിൽ പോകുന്നു, ഗൗസിയൻ ബ്ലർ റിവ്യൂ എടുത്തു. ഓക്കെ, എനിക്ക് അവിടെ ഒരു ചെറിയൊരു ഷെയ്ഡിങ് ഇഫക്റ്റ് കൊടുക്കാൻ പറ്റി, ഷെയ്ഡ് ഇഫക്റ്റ് കൊടുക്കാൻ പറ്റി. സോ ഇനി നെക്സ്റ്റ് വരുന്നത് ഇങ്ങോട്ടുള്ള ഏരിയ ആണ്. സോ അടുത്ത പോർഷൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ആ ഏരിയ ചൂസ് ചെയ്തു. ആ ഏരിയ ചൂസ് ചെയ്ത് അത്രയും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ച് ഇഫക്ട്സ് കൊടുക്കണം. ഗൗസിയൻ ബ്ലർ. ഓക്കെ, ഒപ്പേസിറ്റി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഡയമെൻഷണൽ ഫീൽഡ് എത്തിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഏരിയ അവിടെയും കുറച്ച് കൊടുക്കാനുണ്ട്. സോ അവിടെ എത്തി. ഓക്കെ, അവിടെ വന്നു, ഇഫക്റ്റ് എടുത്തു, ബ്ലർ ചെയ്തു, ഗൗസിയൻ ബ്ലർ വന്നു, റിവ്യൂ, ആവശ്യത്തിനുള്ള ബ്ലറിങ് അവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇനി ടോട്ടലി ഇവിടെ നിന്നൊരു ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരെണ്ണം കൊടുക്കാം നെക്സ്റ്റ് ലെയറിൽ. ഓക്കെ, എപ്പോഴും ലെയർ സെപ്പറേറ്റ് ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അവിടുത്തെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം, ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തേക്കാം. ഓക്കെ, ഇഫക്റ്റ് ബ്ലറിൽ വന്നു, പിന്നെയും ഗൗസിയൻ ബ്ലർ കൊടുക്കുന്നു. ചെറിയൊരു ഇഫക്റ്റ് ചേഞ്ച് വരുത്താം. കാരണം അത് ടോപ്പ് ഏരിയയിലോട്ട് വരുമ്പം ലൈറ്റിംഗ് കുറച്ച് കൂടുതൽ വരുന്ന ഏരിയ ആയതുകൊണ്ടും കുറച്ച് നന്നായിരിക്കും അങ്ങനെ ഒരു ഇഫക്റ്റ് കൊടുക്കുന്നത്. ടിൻ ടോൺ ഷെയ്ഡിൻ്റെ അതേ കോൺസെപ്റ്റ് പ്രിൻസിപ്പിളും വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് ഇവിടെ. അതുകൊണ്ടാണ് ആ ഒരു മീൻസ് ലൈറ്റ് ഡാർക്ക് ഇൻ ബിറ്റ്വീൻ കളേഴ്സ് വേണം. ലൈറ്റ് കളറിൽ ഡാർക്ക് കളറോട് ട്രാവൽ ചെയ്യുന്ന ഒരു ഇഫക്റ്റ് അവിടെ കൊടുക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പം കണ്ടോ, ടോട്ടലി ഒരു 3 ഡയമെൻഷണൽ ഫീല് തോന്നുന്നുണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ കൊടുക്കുക. ഇതിനിപ്പോൾ കൊടുക്കേണ്ട കളർ എവിടെയാണ് ആ ലെയറിന് തപ്പിയെടുക്കുക. ആ ലെയർ തപ്പിയെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇറ്റ് ഈസ് ഹിയർ. ആ ലെയർ എടുത്തു. ആ ലെയറിൻ്റെ മേളിലത്തെ ലെയർ, ആ ലെയർ ലോക്ക് ഓഫ് ചെയ്യേണ്ട, ലോക്ക് ഓൺ ചെയ്ത് വെച്ചു. മേളിലത്തെ തൊട്ട് മേലെ പുതിയൊരു ലെയർ ഉണ്ടാക്കി. എന്നിട്ട് അവിടെ ഓക്കെ, എന്നിട്ട് അതിന് ഡാർക്കസ്റ്റ് കളർ കൊടുക്കുന്നു. ഇഫക്റ്റ് ബ്ലർ, ഗൗസിയൻ ബ്ലർ. ഓക്കെ, എന്നിട്ട് പിന്നെ അവിടെ നെക്സ്റ്റ് ലെയറിൽ ഇതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഷെയ്ഡ് കൊടുത്ത പോലെ കുറച്ച് യെല്ലോ ലെയറോട് കൊടുക്കാം, യെല്ലോ കളറോട് കൊടുക്കാം. യെല്ലോ കളർ മീൻസ് ഓറഞ്ച് കളർ ടോൺ കൊടുക്കാം. എന്ന് വെച്ചാൽ അത് ആ ഒരു ഞാൻ ടിൻ ടോൺ ഷെയ്ഡ് തന്നെ ഉദ്ദേശിക്കുന്നത്. ഒരു 3D ഫിൽ കൊണ്ടുവരാൻ പറ്റും.
നെക്സ്റ്റ് ബാക്കിലുള്ള ലെയർ, ഈ ലെയർ ക്ലോസ് ചെയ്തു. ഇനി ബാക്കിലുള്ള ലെയർ എവിടെയാണ്? ഈ ലെയർ ആണോ? അല്ല, ഇതാണോ? യെസ്, അതാണ്. സോ ആ ലെയറിൻ്റെ മേളിലായിട്ട് ആ ലെയർ ഒന്ന് ലോക്ക് ഓഫ് ചെയ്തിട്ട് കളറോട് മാറ്റുന്നതാണ് നല്ലത്. ലോക്കല്ലേ. അപ്പോൾ അതിൻ്റെ ലെയർ ഈ പ്രസ് ചെയ്ത് ഈ കളർ കിട്ടി. ആ കളർ അങ്ങനെ എടുത്തോട്ടെ, കുഴപ്പമില്ല. സോ അവിടെ അത് റെഡിയായി. നെക്സ്റ്റ് ഫേസിലുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. സോ ഫേസിൽ ആളിൻ്റെ ഫേസ് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് നന്നാക്കി എടുക്കാം. ആ കവിളിൻ്റെ ഏരിയ ഒന്ന് നന്നാക്കി എടുത്തു. അതുപോലെ ഇവിടെയും. ഓക്കെ, ആ രണ്ട് ഷേപ്സ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഇതും ഇതും. ഓക്കെ, കൺട്രോൾ ജി പ്രസ് ചെയ്തു. എന്നിട്ട് അതിനെ കൺട്രോൾ എക്സ്, ഫേസിൻ്റെ ലെയർ ഇതാണ്. ഫേസിൻ്റെ ലെയറിൻ്റെ മേളിലായിട്ട് വരുന്ന പോലെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ദെൻ അവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നതിനെ. എന്നിട്ട് ഒന്ന് ഇഫക്റ്റിൽ വന്നിട്ട്, എനിക്ക് ആ കിട്ടിയ കളർ ഓക്കെ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആ കളർ വേറെ ഞാൻ ചെയ്യാൻ പോകുന്നില്ല. എനിക്കൊരു അവിടെയും ഒരു 3D ഫയൽ കിട്ടി. ഇനി കുറച്ചുകൂടെ ഒരു ഇവിടെ കുറച്ച് റോസി കളർ വരുത്തണമെങ്കിൽ അത് വേണമെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇതുപോലെ രണ്ട് ഷേപ്സ് വെച്ച് കൊടുത്താൽ മതി. ഓൾട്ട് ഒരു കോപ്പി ഇവിടെ എടുത്തു. രണ്ടും അങ്ങോട്ട് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് രണ്ടിൻ്റെ കളർ അത്ര അങ്ങോട്ട് ഇതിലോട്ട് കൊണ്ടുപോകണ്ട. ടോണിലോട് ചെറുതായിട്ട് കയറുന്ന രീതിയിലൊരു സാധനം കൊടുക്കാം. ഇവിടുത്തെ ഈ ടോൺ ഇഫക്റ്റ് ബ്ലറിൽ വന്നു. ഗോസിയൻ ബ്ലർ. സൂപ്പർ, അത് മതി. ഇവിടെയും ഇതിൻ്റെ ഒരു പീസ് ഇങ്ങോട്ടും കോപ്പി എടുത്ത് വെക്കാം. അത് കൺട്രോൾ എക്സ് പ്രസ് ചെയ്തിട്ട് ഫേസിൽ നോസ് ചെയ്തേക്കുന്ന ഏരിയ, നോസ് വെച്ചേക്കുന്ന ഏരിയയുടെ മേളിൽ വരണം. അപ്പോൾ ഏറ്റവും മേളിൽ കൊണ്ട് വെച്ചാൽ അത്രയും കൺഫ്യൂഷൻ ഒഴിവാകും. ഏറ്റവും മേളിൽ ന്യൂ ലെയർ കൺട്രോൾ ശക്തി വന്നു. നോസിൻ്റെ ഏരിയയിൽ വന്നു. ഓക്കെ, ഇനി ഒരു ചെറിയ കാര്യം കൊണ്ട് ചെയ്യാനുള്ളത് വെച്ചാൽ ഇവിടെ അതിൻ്റെ മേളത്തെ ലെയർ കൊടുക്കാം. ചെറിയൊരു ഹൈലൈറ്റിംഗ് വേണം എല്ലായിടത്തും. ഓക്കെ, പിന്നെ ഇവിടെ ഷേപ്പ്. അപ്പോൾ ഇതിനെല്ലാം കൊണ്ടുവന്ന കളർ എന്താണെന്ന് ചോദിച്ചാൽ ലൈറ്റസ്റ്റ് ടോൺ കൊടുക്കണം. സോ കൊടുക്കേണ്ട കളർ പ്രൊസീഡ് ചെയ്ത് ഞാൻ ഈ ഒരു കളർ ആദ്യം ചൂസ് ചെയ്യുന്നു. ഇവിടുത്തെ കളർ അതെ. എന്നിട്ട് അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് കളയുന്നു. ലൈറ്റസ്റ്റ് ടോണിലൂടെ എത്തുന്നു. ഓക്കെ, ഇഫക്റ്റിൽ വന്നു. ബ്ലർ എടുക്കുന്നു. ഗോസിയൻ ബ്ലർ എടുത്തു. റിവ്യൂ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സംതിങ് ഈസ് ഗ്ലോയിങ്. ഇനിയിപ്പോൾ കണ്ണിൻ്റെ പോർഷൻ, അതിനാദ്യം ഈ ഗൈഡ് ലൈൻസ് നമുക്ക് തൽക്കാലം വേണ്ട. സോ ഗൈഡ് ലൈൻസിന് എടുത്ത് കളയുവാണ്. ലോക്ക്ഡ് ആയതുകൊണ്ട് ക്ലിയർ ഗൈഡ്സ് എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവ് അല്ല. സോ അതെല്ലാം ലോക്കിംഗ് എല്ലാം ഓഫ് ചെയ്യണം. എല്ലാ ലെയറിൻ്റെയും ഏതോ ലെയറിലാണ് കിടക്കുന്നത്, ഞാനത് കണ്ടില്ല, ഓർക്കുന്ന ഏത് ലെയറിലാണ്. സോ എല്ലാ ലെയറും ഞാൻ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇഫക്റ്റ് വ്യൂവിൽ വരുന്നു. ഗൈഡ്സ് എടുത്തു. ക്ലിയർ ഗൈഡ്സ് എല്ലാം പോയി. കൺട്രോൾ എസ്. നൗ എല്ലാ ലെയറും തിരിച്ച് ലോക്ക് ചെയ്യുന്നു. ഓക്കെ, സോ സം റെഡി. ഇനിയിപ്പോൾ ഈ കണ്ണിൻ്റെ ആ പോർഷൻ കുറച്ചുകൂടെ ബൾജി ആയിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഇഫക്ട്സ് കൊടുക്കാനായിട്ട് പോവുകയാണ്.
ഓക്കെ, സോ ഇത് രണ്ടും ഒന്ന് എടുത്തിട്ട് ഇഫക്റ്റ് ബ്ലർ, ഗോസിയൻ ബ്ലർ, കേട്ടോ ചെയ്തു. ഓക്കെ, ഇതാണ്. മീശയുടെ താഴെ കുറച്ച് ഷാഡോ വേണം. മീശ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടൊരു ഷാഡോ വരാമെന്നൊരു ചാൻസസ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുവാണ്. ആ വിഷ്വലൈസിങ് ബേസ് ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ അടിയിലത്തെ ലെയർ എടുക്കുക. അടിയിലത്തെ ലെയർ എടുത്തിട്ട് അവിടെ പെൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഫേസിൻ്റെ ഏരിയ മാത്രമാണല്ലോ ഷാഡോ എടുക്കുക, ഫേസിൻ്റെ ഏരിയ മാത്രമേ ചൂസ് ചെയ്യാവൂ. ആൻഡ് അവിടെ സെലക്ട് ചെയ്യേണ്ട കളറ് ഇതല്ല, കുറച്ച് ഷാഡോ കൊടുക്കാം. ബ്ലർ വന്നു, ഗോസിയൻ ബ്ലർ. നിങ്ങൾ നോക്കി കണ്ടോ, ഒപ്പേസിറ്റി ഒന്ന് കുറയ്ക്കാം. അതിൻ്റെ ചെറുതായിട്ടൊരു ഫീൽ കൊടുത്താൽ മതി. ഷാഡോ ഉണ്ട് എന്നൊരു ഫീൽ തോന്നിച്ചാൽ മാത്രം മതി. ഓക്കെ, ഡൺ. ഇനിയിപ്പം അതിനകത്ത് ബാക്കിയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇയാൾക്ക് കൊടുക്കാനുള്ള ഒരു ബ്ലൂ, ഇവിടെ ഇത് യെല്ലോ കൊടുക്കാം. കൈയുടെ പോർഷൻ യെല്ലോ, പാൻസും അതുപോലെ തന്നെ യെല്ലോ. അപ്പോൾ ഇവിടെ ഒരു വയലറ്റ് ടോൺ കൊടുക്കാം ആ ഒരു കോട്ടൻ്റെ ഏരിയ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കൊടുക്കാം. സോ ഈ പോർഷൻ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു, ഇതിനെ ചൂസ് ചെയ്തു. ഇതിൻ്റെ സെയിം കളർ തന്നെ വേണം മറ്റേ ആ ഒരു താഴത്തെ ഷേപ്പിനും. ഈ പോർഷൻ അടിയിലാവേണ്ടതാണ്. സോ ഈ പോർഷൻ മേളിൽ കയറുക. സോ അതെവിടെയാണെന്ന് ചെക്ക് ചെയ്യണം. സോ എനിക്ക് വേണ്ടത് ഈ ഷേപ്പാണ്, ഈ കൈയുടെ താഴത്തെ ഈ ഷേപ്പ്. സോ അത് കാണുന്നില്ല, സോ അത് തപ്പിയെടുക്കണം. ഇവിടെ ലോക്ക്ഡ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, കംപ്ലീറ്റ്ലി അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പോയി ഏത് വേണേൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ അങ്ങനെ ഇപ്പോൾ ചെയ്തു, ഈസി ആയിട്ട് പെട്ടെന്ന് എടുക്കാനായിട്ട്. സോ ഇത് കിട്ടി, കൺട്രോൾ എക്സ് പ്രസ് ചെയ്തു. കൈയുടെ താഴെയാണ് ഇത് വരേണ്ടത്. ഓക്കെ, അവിടെ ലെയർ എടുത്തു. യെസ്, ഇപ്പോൾ കണ്ടോ അടിയിലോട്ട് കയറിപ്പോയി, ആ ഒരു ഡ്രസ്സിൻ്റെ അടിയിലോട്ട് തന്നെ കയറിപ്പോയത്. ഇനിയിപ്പം ചെയ്യുന്നത് ഈ ഷർട്ടിൻ്റെ ഏരിയ ഉണ്ട്, ഇതുണ്ട്, ടൈ പോലെ എന്തോ ഒരു ഷേപ്പ് കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഈ ഡ്രസ്സിനെ സെലക്ട് ചെയ്യുന്നു, അതിന് ഒരു യെല്ലോ കളർ കൊടുക്കാം. യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച്, അങ്ങനത്തെ രീതിയിൽ തന്നെ കൊടുക്കാം. നമുക്ക് അങ്ങനെ ഇരിക്കുന്നു. കുറച്ചുകൂടെ ഒരു വരാം. ഇവിടെയും സെയിം കളർ തന്നെ. ഐ പ്രസ് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വരുന്നു, ഐ പ്രസ് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നൗ ഈ പോർഷൻ. ഇപ്പോൾ ഇതിന് കൊടുക്കേണ്ട കളർ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലൂ നോക്കാം. ബ്ലൂ അല്ലെങ്കിൽ വയലറ്റ് നോക്കിയാലോ. ബ്ലൂ ഓർ വയലറ്റ്. പർപ്പിൾ നോക്കാം. പോരാ. ഇത് കൊള്ളാം. സോ അതിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡാണ് എടുക്കേണ്ടത്. ചെറിയൊരു ഷെയ്ഡിങ് ഡിഫറൻസ് കാണിച്ചു കൊടുത്താൽ മാത്രമേ രണ്ടും രണ്ട് ഷേപ്പായിട്ട് ഫീൽ ചെയ്യുള്ളൂ. സോ രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് തോന്നിക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ഡിഫറൻസ് കൊടുക്കുന്നത്. ഇനി ഈ രണ്ടെണ്ണത്തിൻ്റെ കളർ മാക്സിമം കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആക്കിയേക്കുക. കുറച്ചുകൂടെ വിസിബിളായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇയാളുടെ ഡ്രസ്സിൻ്റെ രണ്ടിൻ്റെ ബാക്കിയെല്ലാം ലോക്ക് ചെയ്തോളാം. ഡ്രസ്സിൻ്റെ രണ്ടിൻ്റെ മേളത്തെ പോർഷൻ എടുക്കുന്നു. എന്നിട്ട് അവിടെ ഞാൻ ബാക്കി ഇതിനോട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ഓക്കെ. അവിടെ ഒരു ചെറിയ ചുളിവ് വരാനുള്ള സാധ്യതയുള്ള ഏരിയ ആയതുകൊണ്ട് ആണ് അങ്ങനെ സെലക്ട് ചെയ്തത്. ഇനിയും അവിടെ ഒരു ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ലൈറ്റസ്റ്റ് ടോണിലോട്ട് ഞാൻ വരുന്നു. ഡാർക്കസ്റ്റ് ടോണിലോട്ടാണ് കൂടുതൽ പോകേണ്ടത്. അവിടെ ചുളിവുകൾ കൂടുതൽ ഇരുട്ടാണല്ലോ ഉള്ളത്. സോ അവിടെ പോയി സെലക്ട് ചെയ്തു. എന്നിട്ട് ഇഫക്റ്റിൽ വന്നു, ബ്ലർ എടുത്തു, ഗോസിയൻ ബ്ലർ എടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഗ്ലോ വേണം, ലൈറ്റ് വരുന്ന ഏരിയ ആയതുകൊണ്ട്.
സോ ഓക്കെ, സോ ഐ പ്രസ് ചെയ്തു, ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ലൈറ്റ് ഓണിലോട്ട് ചെന്നു, എന്നിട്ട് ഇഫക്റ്റിൽ വന്നു, ബ്ലർ എടുത്തു, ഗോസിയൻ ബ്ലർ, റിവ്യൂ, പ്രസ് ചെയ്തു, സെലക്ട് ചെയ്തു, ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, കൂൾ. ഇനി ഇതിൻ്റെ ഈ ലെയറിനെ വേണ്ടിയിട്ട് വരണം. സോ ആ ലെയറിന് മേൽ വരാനായിട്ട് ഞാൻ ഇത് താഴത്തെ ലെയറിനെ ചെയ്ത ലെയറിനെ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും അതിനെ ഇതുവഴി ഒരു ലൈൻ പാസ് ചെയ്യണം, അത് ഞാൻ ചെയ്യുന്നുണ്ട്. തൽക്കാലം ഇങ്ങനെ വന്നു. ഇഫക്റ്റ്, ബ്ലർ, ഗോസിയൻ ബ്ലർ, പ്രസ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യുന്നു, കണ്ടല്ലോ. ആൻഡ് ഇനിയിപ്പോൾ ആ ലൈൻ ഇതിനൊരു കറക്റ്റ് ഒരു വേസ്റ്റ് കോട്ടിൻ്റെ ഒരു വേസ്റ്റ് കോട്ടാണല്ലോ, വേസ്റ്റ് കോട്ടിൻ്റെ ഒരു ചെറിയൊരു ഫീൽ കുറച്ച് കൊടുക്കാനായിട്ട് ഞാൻ കൺട്രോൾ ആദ്യം ചെയ്തു, സേവ് കൂടെ ചെയ്തിട്ട് നമുക്ക് വരാം. സോ ഓക്കെ, പ്രസ് ചെയ്തു, ന്യൂ ലെയർ എടുത്തു, ഓക്കെ, ഫ്രെയിം ചെയ്തു, ഫ്രെയിം ചെയ്തിട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, ആ ഒരു കൂൾ ഫീൽ കൊടുത്തു. നെക്സ്റ്റ് ഇവിടെയും മതി, പ്രസ് ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ കീ, V, then click. Okay, അതുപോലെ തന്നെയാണ് ഇനി നെക്സ്റ്റ് ഈ ഏരിയ വരുമ്പോഴത്തേക്ക് അത്ര ഏരിയ ഐ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഡാർക്കസ്റ്റ് ടോണിലോട്ട് പോകുന്നു. ഇഫക്റ്റ്, ബ്ലർ, ഗോസിയൻ ബ്ലർ, ഓക്കെ, വി സെലക്ട് ചെയ്തു, സെറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഈ ഏരിയയിൽ ചെയ്തു. ഈ ഏരിയയിൽ വന്നിട്ട് ഇനി ചെയ്യാനുള്ളത് ഈ പാൻസിൻ്റെ മേളത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് അവിടെ വേണം കൺട്രോൾ എക്സ് കൺട്രോൾ വി അതിനെ സേവ് ചെയ്ത് വെക്കാനായിട്ട്. എന്നിട്ട് സ്ട്രോക്ക് ഇതിന് വേണ്ട, സ്ട്രോക്ക് വേണ്ട, ഇഫക്ട്സിൽ വന്നിട്ട് ബ്ലർ എടുക്കുന്നു, ഗോസിയൻ ബ്ലർ എടുക്കുന്നു. കണ്ടോ, 3 ഡയമെൻഷണൽ ഫീൽഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ലൈറ്റ് ആവണം. ഇത് ഷാർപ്പ് ആയിട്ടുള്ള ഡാർക്കസ്റ്റ് ടോണിലോട്ട് ഒന്ന് കൊണ്ടുപോയി നോക്കാം. ആ ഒരു ടോണോടൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്താ ഇവിടെ സംഭവിച്ചേ, സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. ഓൾറെഡി കളർ ഉണ്ട് അവിടെ. സോ കളർ കാണാത്തതിൻ്റെ കാര്യം അത് ഇതിൻ്റെ മേളിൽ വരണം, അതുകൊണ്ടാണ്. സോ ഇഫക്റ്റ് എടുത്ത് ബ്ലർ ചെയ്തു, ഗോസിയൻ ബ്ലർ എടുത്തു,
റിവ്യൂ. ഓക്കെ, വന്നു. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ പറ്റിയ പ്രശ്നം ഇത് രണ്ടും അടിയിൽ പോയി. ഇത് മാത്രം എനിക്ക് മതിയായിരുന്നു ഫ്രണ്ടിലോട്ട്. Ctrl+X, ന്യൂ ലെയർ, ദെൻ ഇത് ഓക്കെ, അപ്ലൈ ഗൗസിയൻ ബ്ലർ. ഓക്കെ, ഇവിടെ ഇനി ഓക്കെ, ഐ പ്രസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ലൈറ്റസ്റ്റ് ടോണിലോട്ട് പോകുന്നു. ഓക്കെ, സ്ട്രോക്ക് എനിക്ക് വേണ്ട, ബ്ലർ ചെയ്യുന്നു. കണ്ടോ, ഇവിടെ അതുപോലെ കൊടുക്കാം. എഫക്റ്റ് അപ്ലൈ ചെയ്തു, പേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഡാ. പിന്നെ ഇവിടെ ഇതിൻ്റെ ബാക്കിയായിട്ടുണ്ട്. ആ ടബിൻ്റെ ബാക്കി വരുന്ന ഏരിയാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ആ ലെയേഴ്സ് എല്ലാം ഒന്ന് ലോക്ക് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും താഴെ ഏറ്റവും അടുത്ത് കാണുന്നതിനെ ഞാൻ ഡാർക്കർ റെഡിലോട്ട് കൊണ്ടുപോകുന്നു. റെഡിന് ഡാർക്കർ ടോൺ. ഓക്കെ, അതിനെ അപ്പുറത്ത് കണ്ടതിനെ റെഡിൻ്റെ ബ്രൈറ്റ് ടോണിലോട്ട് എത്തിച്ചു. ആ കണ്ടതിനെ ഒന്ന് ഓറഞ്ചിലോട്ട് എത്തിച്ചു. ഇതിനെ കുറച്ചൊന്ന് ലൈറ്റ് ആക്കാം. ഓക്കെ, ഇതുപോലെയാണ് സംഭവങ്ങൾ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കൈയുടെ പോർഷൻ ഒന്ന് സേവ് ചെയ്തേക്കാം. സേവ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പോർഷൻ കാര്യത്തിലൂടെ നീങ്ങാം. Ctrl+S. ഓക്കെ, ഇനിയും ആ കൈയുടെ പോർഷൻ. ഓക്കെ, ഇവിടെയാണോ തപ്പിയെടുക്കണം? ഇതാണോ? അല്ല, ഇവിടെ പോയി ഇതാ ഇവിടെ കേട്ടോ. ഇതിൻ്റെ മേളിലായിട്ട് വേണം നമുക്ക് അടുത്ത പോർഷൻസ് ചെയ്യാനായിട്ട്. സോ അവിടെ ചെയ്യുമ്പോൾ കുറച്ച് ഓക്കെ, അങ്ങനെ ഒരു ഷേപ്പ് എടുത്തു. എന്നിട്ട് ഐ പ്രസ് ചെയ്തിട്ട് ഐ പ്രസ് ചെയ്ത് ആദ്യം ആ കളർ ഒന്ന് ചൂസ് ചെയ്യണം. ഈ കളർ എടുത്തു. ഈ കളർ എടുത്തതിന് ശേഷം സ്ട്രോക്ക് എടുത്ത് കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ ലൈറ്റസ്റ്റ് ടോണിലോട്ട് വരുന്നു. എന്നിട്ട് ഇഫക്ട്സ്, ബ്ലർ, ഗൗസിയൻ ബ്ലർ, റിവ്യൂ, ഓക്കെ. ഇവിടെയും ഒരു ഷാഡോ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതിന് ഇതിൻ്റെ ഡാർക്കസ്റ്റ് ടോൺ കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, ഇഫക്റ്റ് വന്നു, ബ്ലർ എടുത്തു, ഗൗസിയൻ ബ്ലർ, റേഡിയസ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ആ ഫിംഗേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ബേസിക്കലി നമുക്ക് വേണ്ടൊരു ഡിസൈൻ അവിടെ എത്തിക്കഴിഞ്ഞു. ഓക്കെ ഗൈസ്, സേവ് ചെയ്യുന്നു. കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ
ഗൈസ്, നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എങ്ങനെ വരുന്നുള്ള കാര്യം നിങ്ങൾ നോക്കി മനസ്സിലാക്കി എടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് ഈസി ആയേക്കാം. നല്ലപോലെ വരയ്ക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ അതിനെക്കുറിച്ചുള്ള ബേസിക്സ് അറിയാവുന്നതുകൊണ്ട്, വരയുടെ ബേസിക്സ് അറിയാവുന്നതുകൊണ്ട് ഈ ടൂൾസുമായിട്ടൊന്ന് പരിചയപ്പെടുന്ന താമസമേ കാണത്തുള്ളൂ. അല്ലാത്തവർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. സോഫ്റ്റ്വെയറിലോട്ട് ഒന്ന് കുറച്ച് കയറാനുള്ള താമസം ഉണ്ടാവും. അത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഇല്ലസ്ട്രേറ്റർ. പേര് പോലെ തന്നെ ഇല്ലസ്ട്രേഷൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്ന ലൈൻസിന്റെ കാര്യങ്ങൾ, ലൈനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഡ്രോയിങ് എന്ന് പറയുന്നത്, ലൈൻസ് വെച്ച് വരച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ട് അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് അഡോബ് ഇല്ലസ്ട്രേറ്റർ. സോ നമുക്ക് എന്ത് വരയ്ക്കണമെങ്കിലും നമ്മൾ ഡിജിറ്റലി വരയ്ക്കുന്ന കാര്യങ്ങൾ ഇല്ലസ്ട്രേറ്ററിൽ നമുക്ക് വരയ്ക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. കുറച്ച് ടെക്നിക്സ് ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലപോലെ ഒരു എഫോർട്ട് എടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ റിസൾട്ട് നിങ്ങൾക്ക് കൈ കിട്ടും. സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുറെ ഇതിന്റെ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാർട്ടൂൺസ് ചെയ്യാം, ഇതുപോലെ ലോഗോ ഡിസൈൻസ് ചെയ്യാം, പിന്നെ ക്ലിപ്പ് ആർട്സ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് വേർഡിലും പവർ പോയിന്റിലൊക്കെ ക്ലിപ്പ് ആർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ക്ലിപ്പ് ആർട്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഇല്ലസ്ട്രേറ്റർ പോലെയുള്ള സോഫ്റ്റ്വെയർസിലാണ്. ഓക്കെ, സോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യും, എങ്ങനെയുണ്ട് നോക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.